നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം രസം. അത് നിങ്ങൾക്ക് വളരെ തനിമയാർന്ന് ഉണ്ടാക്കാൻ പറ്റിയ രസം. നമ്മൾ ആദ്യം ഒരു വാളൻ പുളി എടുക്കുക. ചെറിയ നാരങ്ങ വലിപ്പത്തിൽ കുറച്ചും കൂടെ എടുക്കാം. കുഴപ്പമില്ല. പുളി അത് പ്രശ്നമില്ല. നാരങ്ങ ഇത്ര ചെറിയ നാരങ്ങയോ നമ്മുടെ നാട്ടില്? അതനുസരിച്ച് വെള്ളം, പച്ചവെള്ളം. ആ സമയം കൊണ്ട് ബാക്കി വെക്കുകയെന്ന് വെച്ചാൽ അതിമനോഹരമായി കുതിർത്ത് വെച്ച വസ്തു നമുക്ക് കുറച്ചധികം നേരം മാറ്റി വെക്കാം. കായം 5 ഇഞ്ചി 5 ഇട്ട്. കുരുമുളകൊക്കെ വയറിന് നല്ലതാ, ദഹനത്തിന് നല്ലതാ. ജീരകം, കായം ഇതെല്ലാം ഇട്ടിട്ട് നിങ്ങൾ ചതയ്ക്കണം. താളം പിടിക്കും. പാണന്റെ പാട്ട് കൊണ്ട് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊട്ട് നല്ല ചുവട് വെച്ചിടും. വിഷ്ണു ഒരു അരിപ്പ എടുക്കാൻ പോയിരിക്കുന്ന തക്കം നോക്കി നമുക്ക് 2 പച്ചമുളക് അരിയേണ്ടതായിട്ടുണ്ട്. നീളത്തിലാണ് അരിയേണ്ടത്, വട്ടത്തിലല്ല. വട്ടത്തിലല്ല, ഇത് തുമ്പ് കട്ടണ്ടേ. നമ്മൾ അരിഞ്ഞ തക്കാളി ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. മാറ്റിയതിന് ശേഷം ഞങ്ങൾ അരിപ്പ ഉപയോഗിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി അല്ലേ. കടുകിട്ടു, ജീരകം എന്നിട്ട് 2 വാറ്റൽമുളക് പൊട്ടിച്ചിരട്ടെ. 2 പോരെ? മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെള്ളം റെസിപ്പി തുറക്കാനാ. അയ്യോ, താഴേക്ക് മുഖത്ത് ഇറക്കി പൊട്ടി. ഒഴിച്ചിട്ട് ഓടാം നമുക്ക്. ഒഴിച്ചോ. അത്രേ ഉള്ളൂ. വെറുതെ കുറെ വെള്ളം കളഞ്ഞു. What do you mean? മീൻസ് പുറത്ത് പോയി കുറച്ച്. ഇനി മഞ്ഞപ്പൊടിയുടെ റിസ്ക് വിഷ്ണു ഏറ്റെടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, തയ്യാറാക്കി വെച്ച പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ട്രഡീഷണൽ സ്പേസ് എന്നുള്ളത്. കാരണം പരിപ്പ് അങ്ങനെ എല്ലാവരും ഉപയോഗിക്കും തോന്നല്ലേ. ഞങ്ങൾ നോക്കിയ വീഡിയോയില് യൂട്യൂബർ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കും. പരിപ്പ് ഇടണം. ഒരു മതിയാവും. വേവിച്ച പരിപ്പ്. നമ്മൾ വേവിച്ച പരിപ്പ്. എന്തായി കാര്യങ്ങൾ? ഇതെന്താ രസമാണോ? രസമാണ്. അതെങ്ങനെ മനസ്സിലായി? ശരിക്കും രസമാണോ? രസമാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെ, ഗൈസ് അല്ല കൂട്ടുകാരെ, അപ്പൊ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കൂട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. നിങ്ങളുടെ സ്പെഷ്യൽ കൂട്ട് കായം, രസക്കൂട്ട്. വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, കായം, ഇതാണ് നമ്മൾ മിക്സ് ആക്കിയത്. അതായത് നമ്മള് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3യുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മൾ വളരെ പരമ്പരാഗതമായ രീതിയിലുള്ള നമ്മുടെ ഭക്ഷണ ശൈലി ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാം പലതരത്തിലുള്ള വിഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ തന്മയാർന്ന രസം. എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ അറിയാമോ, പണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കുള്ള സമയം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അച്ചാമ്മച്ചി എന്ന് വിളിക്കുന്ന നമ്മൾ അച്ഛൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രസമുണ്ട്. ഇപ്പോഴും രസം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അച്ചാമ്മയെ ഓർമ്മ വരും. അത് ഞാൻ പിന്നെ കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ജ്യൂസി അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആണത്. പക്ഷെ ഇന്നിത് കഴിക്കുന്നതോടുകൂടി ആ ഓർമ്മ മാറിക്കോളും. അല്ല അനീഷേട്ടാ, പിന്നെ നാവിൽ നിൽക്കാൻ പോകുന്നത് ഈ രുചിയായിരിക്കും. അനീഷേട്ടൻ ഓർമ്മയാവുന്നാണ് ഉദ്ദേശിച്ചത്. കുടിക്കുമ്പോ നമ്മൾ പറഞ്ഞോളൂ. ഒന്നുമില്ല, ഉപേക്ഷിച്ചേക്കുക. പക്ഷേ നമ്മൾ ഈ രസത്തിന് പ്രശ്നമുണ്ട്. ഈ നമ്മുടെ കേരളത്തിന്റെ ആണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. ആണോ? പുള്ളിക്കൊരു സംശയമില്ല, ആണ്. ഈ രസം ഉണ്ടായത് കേരളത്തിൽ നിന്നാ. എവിടെ? മാന്ത്രേ അല്ല ശരിക്കും രസം ഒരുപാട് രീതിയിൽ വെക്കൂലേ? ഇപ്പൊ ചില ആൾക്കാർ ഒരുപാട് മസാല ചേർത്ത രസം വെക്കും. ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ എന്റെ വല്യമ്മ അമ്മയുടെ ചേച്ചി ഒരു രസം വെക്കും. അതിൽ ഈ മുളക് പൊടി അങ്ങനത്തെ മസാലകളൊന്നുമില്ല, വെറുതെ പുളി ഒഴിച്ചിട്ട് പച്ചമുളകില്ലേ, കാന്താരി മുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടൊരു രസം. അത് മാത്രം മതി ചോറ് വെക്കാൻ.
അത്തരത്തിലുള്ള രസത്തെ കുറിച്ചാണ്. അപ്പൊ ഇന്നത്തെ ഈ രസം നിങ്ങൾ പരിപ്പ് രസം. അപ്പൊ നമ്മൾ ഇതിലേക്ക് വരണം. ഫൈനലായി രസം നമ്മൾ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. നമുക്ക് ഇനി മല്ലിയില ഒന്നും ഇടാം അല്ലേ? ഒന്ന് ജസ്റ്റ് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടും. ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ പപ്പടം വറുക്കാം. പപ്പടം വറുക്കാം. ഇത് രഹസ്യമാണ് കേട്ടോ. ഞങ്ങളുടെ പക്ഷെ അവരോട് പപ്പടം വറുക്കുന്നുണ്ട്. ഷോ എല്ലാവരും പപ്പടം വറുക്കുന്ന നമ്മളുടെ കേട്ടിട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. അതെ അതെ, നിങ്ങൾ കോപ്പി അടിച്ചിട്ടാണെന്ന് അറിയില്ല. തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാമേ. ഇതൊന്ന് ഇളക്കിയിട്ട് നല്ല മണമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു നിങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ രസം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാണാം. 1 2 3 രസം പപ്പടം.